ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയ പണി കിട്ടി. ഈ കായ മുഴുവൻ മാർക്കറ്റിൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ സുജു ഉണ്ട്. ഇന്നിപ്പോൾ ഒരു മാർക്കറ്റ് ദിവസം ആയതുകൊണ്ട് കായ കൂടുതൽ പഴുത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം കായ വെട്ടി കൊടുക്കാൻ വേണ്ടി ആദ്യം വെട്ടിയ കായകൾ ഞങ്ങളോട് പറവൂർ മാർക്കറ്റിൽ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അതിനുവേണ്ടി നമ്മൾ ചെന്നതാണ്. അപ്പോൾ കുറേ നേരം നോക്കിയിരുന്ന അച്ഛനെ കാണാണ്ടായപ്പോൾ നമ്മൾ വാഴത്തോപ്പിലോട്ട് പതുക്കെ ഇറങ്ങിയതാണ്. 2-3 ദിവസം മഴ പെയ്തതുകൊണ്ട് പാടത്ത് നല്ല ചെളിയാണ്. പിന്നെ നമ്മൾ ചെന്നപ്പോഴേക്കും അച്ഛൻ കായൊക്കെ നമുക്ക് കൊണ്ടുപോകാനുള്ള കായൊക്കെ വണ്ടി കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഒന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി നമ്മൾ അച്ഛനെ തപ്പി ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ വാഴത്തോപ്പിൽ എത്രയും മുമ്പ് തന്നെ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന അരിവാളും തോട്ടിയൊക്കെ ഞാൻ വാങ്ങി പിടിച്ച് അങ്ങനെ തിരിച്ച് നമ്മൾ വണ്ടിയുടെ അടുത്തോട്ട് പോവുകയാണ്. അപ്പം നമ്മളിങ്ങനെ ആടിപ്പാടി പോണ കണ്ട് അച്ഛൻ ചീത്ത പറഞ്ഞപ്പോൾ ഞാൻ ഓടിപ്പോവുകയാണ്. ഇന്ന് തിരക്കുണ്ടാവും, അതുകൊണ്ട് വേഗം ചെല്ലാൻ പറഞ്ഞ് ഓടിച്ച് നമ്മളെ വിട്ടു. അങ്ങനെ കായ കൊടുക്കാനായിട്ട് നമ്മൾ മാർക്കറ്റിലോട്ട് പോവുകയാണ്. പാടത്തുനിന്ന് ഇറങ്ങണമുള്ളൂ. നമ്മൾ കായ കൊടുക്കാനുള്ള മാർക്കറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടാണ്. ഈ മാർക്കറ്റിൽ ഇന്ന് അത്യാവശ്യം തിരക്കുണ്ടാവുമായിരിക്കും, ചൊവ്വാഴ്ചയാണ്. അപ്പം നമുക്ക് മാർക്കറ്റിൽ കയറിയിട്ട് കാണാം. നല്ല തിരക്കുണ്ട്, കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കായ മാർക്കറ്റ്. കായ കൊണ്ടുവന്ന വണ്ടി പോവുകയാണ്. കയറി കാണാം. ഇതാണ് കായ മാർക്കറ്റ്, പറവൂർ കായ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. കച്ചവടക്കാരായിട്ടും വിൽപ്പനക്കാരായിട്ടും 3-4 വണ്ടി ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അവർ വേഗം വേഗം ഒക്കെ മാറ്റുന്നതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ തന്നെ തൂക്കാനും അത് ഇറക്കാനും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് അവർ തൂക്കുന്നതൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയാൽ മാത്രം മതിയായിരുന്നു. നമ്മൾ കൊണ്ടുപോയ കായകൾ നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്താണ് കൊണ്ടുപോയത്. അതിൻ്റെ തണ്ടും അടിയൊക്കെ വെട്ടിയാണ് കൊണ്ടുപോയത്. പക്ഷെ എന്നാലും അവരുടേതായിട്ട് കട്ട് ചെയ്തിട്ടാണ് തൂക്കുകയുള്ളൂ. മൊത്തം 25 റോബസ്റ്റക്കായാണ് നമ്മൾ കൊണ്ടുപോയത്. അവിടെ വേറെ ഏത്തക്കായയും അതുപോലെ തന്നെ പൂവങ്കായൊക്കെ ഉണ്ടായിരുന്നു. പഴം, കടക്കാർ വന്ന് പഴംപൊരിക്കും അതുപോലെ തന്നെ കായ വറക്കാനും അങ്ങനെയൊക്കെ ആവശ്യത്തിന് തുലാഭാരത്തിനൊക്കെ അവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണ്ടായിരുന്നു. പിന്നെ അവർ വേഗം വേഗം തൂക്കി പണി വേഗം കഴിഞ്ഞു. ഈ കണ്ണംകുളങ്ങര അമ്പലത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള കായ മാർക്കറ്റിലാണ് നമ്മൾ പോയത്. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ കൊലയും തൂക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളവിടെ നമ്മുടെ തൂക്കം പറഞ്ഞു കഴിഞ്ഞ് ക്യാഷും വാങ്ങിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. പഴമൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നല്ല തിരക്കുണ്ട്. ഇങ്ങനെ നമുക്ക് തരാനുള്ള കാശ്. അങ്ങനെ അതും വാങ്ങി എണ്ണി നോക്കി നമ്മൾ നേരെ തിരിച്ച് പാടത്തോട്ട് തന്നെ വന്നു. അപ്പം നമ്മൾ കായൊക്കെ കൊണ്ടു കൊടുത്ത് തിരിച്ച് പാടത്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും അച്ഛൻ്റെ ഇവിടെ കുറച്ച് കായയും കൂടെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇതിന് വേറെ സ്ഥലത്ത് കൊണ്ട് കൊടുക്കാനാണ്. അത് അച്ഛൻ കൊണ്ട് കൊടുത്തോളും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.